തങ്കയങ്കി ഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. മണ്ഡലപൂജ നടക്കുന്നത് ഡിസംബർ മാസം 27-ാം തീയതി രാവിലെ 10-നും 11:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ്. ഈ സമയം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് നാളെ പ്രശസ്തമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കാൻ പോകുന്നത്. പിന്നീട് അത് പത്തനംതിട്ട, അതോടൊപ്പം തന്നെ ലാഹയൊക്കെ തുടങ്ങി ഏതാണ്ട് 2 ദിവസം വിവിധ മഹാക്ഷേത്രങ്ങളിലൂടെയുള്ള ദർശനത്തിന് ശേഷമാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ മണ്ഡലം കാലം അവസാനിക്കാൻ ഇനിയും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഏതാണ്ട് 5 ദിവസങ്ങൾ കഴിഞ്ഞാൽ വൃശ്ചിക പുലരിയിൽ ആരംഭിച്ച മണ്ഡലകാലം ഏതാണ്ട് ആരംഭിക്കുകയാണ്. അതിനുശേഷം പിന്നീട് മകരവിളക്ക് മഹോത്സവം തുടങ്ങും. അപ്പോൾ മണ്ഡലകാലത്തിൻ്റെ അവസാന ആഴ്ച എന്ന നിലയിൽ ഇപ്പോൾ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുകയാണ്. ഇന്നലെ 76,000-ഓളം പേർ ദർശനം നടത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മിഥുൻ മുരളി അയ്യപ്പ സന്നിധിയിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, ഈ മണ്ഡലകാലം ഏതാണ്ട് അങ്ങനെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം ഇനി മകരവിളക്ക് മഹോത്സവം തുടങ്ങാൻ പോകുന്നു. അപ്പോൾ തിരക്ക് വലിയ തോതിൽ വർദ്ധിക്കുന്നു. ഒപ്പം തങ്കയങ്കി ഘോഷയാത്ര നാളെ ആറന്മുളയിൽ നിന്നും പുറപ്പെടുകയാണല്ലോ. ഏതൊക്കെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൂടെയാണ് തങ്കയങ്കി ഘോഷയാത്ര 27-ാം തീയതി ശബരിമല സന്നിധാനത്തെത്തുക? ഗൗതം, സ്വാമി ശരണം. മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്കിൽ മാറ്റമില്ല. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ 76,000-ഓളം ഭക്തരാണ് ദർശനം നടത്തിയത്. ഈ കഴിഞ്ഞ ആഴ്ച ഏറ്റവും കുറവ് തിരക്ക് അനുഭവപ്പെട്ടത് ഇന്നലെയാണ്. ഈ തവണത്തെ പ്രത്യേകത ഞായറാഴ്ചകളിൽ തിരക്ക് കുറയുകയും പിന്നീട് തിങ്കൾ മുതലുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 4 ഞായറാഴ്ചകളിലും തിരക്ക് കുറവായിരുന്നു. ഇതിന് മുൻപുണ്ടായിരുന്ന ഞായറാഴ്ച 65,000-ഓളം പേർ മാത്രമാണ് ദർശനം നടത്തിയതെങ്കിൽ ഇന്നലെ 76,000-ഓളം ഭക്തർ, 76,335 ഭക്തർ ആണ് ഇന്നലെ ദർശനം നടത്തിയത്. എത്തുന്ന ഭക്തരുടെ എണ്ണം 80,000-ൽ താഴേക്ക് പോയതും ഇന്നലെ മാത്രമാണ് നേരിയ കുറവ് അനുഭവപ്പെട്ടത്. അത് ഇത്തവണത്തെ പ്രത്യേകതയാണ്. ഞായറാഴ്ചകളിൽ തിരക്ക് കുറയുന്നു എന്നുള്ളത്. പക്ഷേ തിങ്കളാഴ്ചകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ മുതൽ അനുഭവപ്പെടുന്ന തിരക്കാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞ് മരക്കൂട്ടം മുതൽ ക്യൂ ക്രമീകരിച്ച് ഭക്തരെ മുന്നോട്ട് നീക്കുകയാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് എല്ലാ ആഴ്ചകളിലും തിരക്ക് 1,00,000-ന് മുകളിലേക്ക് പോകുന്നത്, 1,00,000-നടുത്തൊക്കെ വരുന്നത്. എന്തായാലും ആ തിരക്ക് അതേപോലെ നിലനിൽക്കുന്ന കാഴ്ച ഫ്ലൈ ഓവറിൽ നിന്നും മറ്റും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ ഇരട്ടി വർധനവാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ശരാശരി 3,000 ഭക്തരാണ് ഈ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്ക് പ്രകാരം സത്രം പുൽമേട് പാതയിലൂടെ സന്നിധാനത്തേക്ക് ദിനം പ്രതി എത്തുന്നത്. ഡിസംബർ 18 വരെയുള്ള കണക്ക് പ്രകാരം 87,128 ഭക്തർ പുല്ലുമേട് സത്രം പാതയിലൂടെ സന്നിധാനത്ത് എത്തിയപ്പോൾ ഇത് മുൻ വർഷത്തേക്കാൾ ഇരട്ടിയാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ 48,982 ഭക്തർ ഇതുവഴി എത്തിയപ്പോൾ ഇത്തവണ അതിൻ്റെ ഇരട്ടി ഭക്തർ ഈ പുൽമേട് സത്രം പാതയിലൂടെ എത്തുന്നു. അഴുതക്കടവ് പമ്പ പാതയിലൂടെയും 49,666 ഭക്തർ ഈ വർഷം സന്നിധാനത്ത് എത്തി എന്നുള്ളതാണ് ഡിസംബർ 18 വരെയുള്ള കണക്ക്. കാനനപാതയിലൂടെ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചതിനാൽ സത്രം പുൽമേട് പാതയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം ഇനിയും തുടരും. മകരവിളക്ക് തീർത്ഥാടന കാലം വരെ ഈ നിയന്ത്രണം തുടരുന്നതിനുള്ള സാധ്യത ആണുള്ളത്. സ്പോട്ട് ബുക്കിങ്ങിലൂടെ വണ്ടിപ്പെരിയാർ സത്രം പാതയിലൂടെ 1000 ഭക്തരെ മാത്രമാണ് ഒരു ദിവസം കടത്തിവിടുന്നത്. ഇങ്ങനെ സ്പോട്ട് ബുക്കിംഗ് പരിധി സത്രം പുൽമേട് പാതയിലൂടെ കുറച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകത മണ്ഡല പൂജയുടെ അടുത്ത ദിവസങ്ങളിലേക്ക് പോകുന്നു. ഡിസംബർ 27-ാം തീയതി രാവിലെ 10:10-നും 11:30-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ മണ്ഡല പൂജ നടക്കും. 27-ാം തീയതി രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാലത്തിന് തീർത്ഥാടനത്തിന് സമാപനമാകും. ഡിസംബർ 26-ാം തീയതി വൈകിട്ട് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തി തങ്കയങ്കി ചാർത്തി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായിട്ടുള്ള ദിവസങ്ങളിലേക്ക്, നിമിഷങ്ങളിലേക്കൊക്കെയാണ് സന്നിധാനം ഇനി പോകുന്നത്. ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന കാഴ്ചയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. ഡിസംബർ 26-ാം തീയതി തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തൊഴുക എന്നുള്ളത് ഏതൊരു അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യദായകമായിട്ടുള്ള നിമിഷമായിരിക്കും. അതിനുശേഷം പിറ്റേ ദിവസം മണ്ഡല പൂജ നടക്കുന്നു, പിന്നീട് നടയടയ്ക്കുന്നു. ഡിസംബർ 30-ാം തീയതിയാണ് 2 ദിവസത്തിന് ശേഷം മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടി നട തുറക്കുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് കടക്കുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് ഇനി ഉള്ള മണിക്കൂറുകളിൽ അനുഭവപ്പെടുന്നതിനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട വിവിധ ക്ഷേത്രങ്ങൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ, അങ്ങനെ വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ 23-ാം തീയതി പുറപ്പെട്ട് 26-ാം തീയതി വൈകിട്ട് 3 ദിവസം കൊണ്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നത്. അത് പരമ്പരാഗത പാതയിലൂടെ വിവിധ ക്ഷേത്രങ്ങളിൽ നൽകുന്ന സ്വീകരണങ്ങൾ ഉണ്ട്. വിവിധ പോയിന്റുകളിൽ
വിവിധ ഇടങ്ങളിൽ ഈ തങ്കയങ്കി ഭക്തർക്ക് ദർശിക്കുന്നതിനുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും ഈ തങ്കയങ്കി ഘോഷയാത്രയെ വഹിച്ചുകൊണ്ട് എത്തുന്ന ഭക്തരും എല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. എന്തായാലും അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണത്തിലും ഈ ദിവസങ്ങളിൽ വലിയ വർധനവ് ഉണ്ടാകുന്നു. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന രീതിയിൽ ഒരു സൂക്ഷ്മമായ വിലയിരുത്തൽ നടത്തിയാൽ ഈ ഫ്ലൈ ഓവറിൽ അയൽ സംസ്ഥാന ഭക്തർ ഉണ്ടാകും. ഈ 2 ആഴ്ച കൊണ്ടാണ് അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചത്. തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർ, ഒപ്പം കുഞ്ഞു അയ്യപ്പന്മാർ, മണികണ്ഠന്മാർ ധാരാളമായി ഈ ദിവസങ്ങളിൽ എത്തുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും വരുന്നത് കൊണ്ട് തന്നെ കുഞ്ഞു അയ്യപ്പന്മാർ സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ്. മണ്ഡലകാല മഹോത്സവം അവസാനിക്കാൻ പോകുകയാണ്. മാത്രമല്ല നാളെ തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. പിന്നീടത് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രം, പത്തനംതിട്ട ടൗണിലുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രം, ഒപ്പം വടശ്ശേരിക്കരയിലെ ക്ഷേത്രം, ലാഹ, ഐരൂർ പുതിയകാവി ദേവി ക്ഷേത്രം, അങ്ങനെ ധാരാളം വിശേഷാൽ ക്ഷേത്രങ്ങൾ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിലൂടെയൊക്കെ ദർശനം നടത്തിയാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. മണ്ഡലകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ഈ 41-ന് നടക്കുന്ന മണ്ഡലപൂജ എന്നുള്ളത്. അത് 27-ാം തീയതി 10-നും 11:30-നും ഇടയ്ക്കുള്ള സമയത്താണ് നടക്കുന്നത്. മിഥുൻ മുരളിയാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി ചേർന്നത്.